കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതനോട് ക്രൂരത. ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ ബാങ്കിന്റെ സമ്മർദ്ദം. അടിച്ചിപ്പാറ സ്വദേശി ജെയിംസ് ജോസഫിനാണ് ഈ ദുരവസ്ഥ. വിലങ്ങാട് ഗ്രാമീൺ ബാങ്കിൽ നിന്നാണ് നിരന്തരമായി ഈ സമ്മർദ്ദം ഉണ്ടാകുന്നത്. 2024 10 ലക്ഷം രൂപയാണ് ലോണായി എടുത്തത്. അതേസമയം അർഹതപ്പെട്ട ദുരിതബാധിതർ പലരും ഇപ്പോഴും സർക്കാരിന്റെ പട്ടികയ്ക്ക് പുറത്താണ് എന്ന ആരോപണവും ശക്തമാണ്. വയനാടിന് നൽകുന്ന പരിഗണനകളെല്ലാം വിലങ്ങാടിന് നൽകുമെന്ന് മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ചെങ്കിലും അതുണ്ടായില്ല എന്ന് പരാതി ഉയരുന്നു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സർക്കാർ പരിഗണിക്കുന്നത് പോലെ എന്തുകൊണ്ടോ കോഴിക്കോട് വിലങ്ങാട്ടെ ജനങ്ങളെ സർക്കാർ പരിഗണിക്കുന്നില്ല. ഇപ്പോഴും നിരവധി പേർ സർക്കാരിന്റെ പട്ടികയ്ക്ക് പുറത്താണ്. ദുരന്തബാധിത മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിരവധി ജീവിതങ്ങളാണ് ഇതുമൂലം പ്രയാസപ്പെടുന്നത്. അടിച്ചിപ്പാറ സ്വദേശി ജെയിംസിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് എന്നത്. ആ സ്വപ്നം കെട്ടിപ്പടുക്കുന്നതിനിടയിലാണ് ആ നാടിനെ വിഴുങ്ങി ഉരുൾപൊട്ടിയത്. ഇതോടെ പകുതിയിലധികം പണി പൂർത്തിയായ ജെയിംസ് ജോസഫിന്റെ വീട് ഉപയോഗശൂന്യമായി. വിലങ്ങാട് ഗ്രാമീണ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്താണ് വീടിന്റെ നിർമ്മാണം പുരോഗമിച്ചിരുന്നത്. അപ്പോൾ ആ ലോണ് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ് എനിക്ക് എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ രാവിലെ എനിക്ക് 5 മണിയാകുമ്പോഴത്തേന് മെസ്സേജ് എൻ്റെ ഫോണിലെത്തി കഴിയും. 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ ലീഗൽ ആക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഇന്നും എനിക്ക് ആ മെസ്സേജ് വന്ന് കിടക്കുക. അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിക്കും, പിന്നെ ബ്രാഞ്ച് മാനേജർ എന്നെ വിളിക്കും. അപ്പോൾ നിങ്ങൾ അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറഞ്ഞു പോകും, നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങൾക്ക് പിന്നീട് ലോൺ എടുക്കാൻ പറ്റില്ല എന്നീ കാര്യങ്ങളൊക്കെയാണ് അതിനുള്ള പറയുന്നത്. ലോൺ തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്കിൽ നിന്ന് നിരന്തരം സമ്മർദ്ദമുള്ളതായി ജെയിംസ് പറയുന്നു. ദുരന്ത മേഖലയാണെന്ന പഞ്ചായത്ത് സാക്ഷ്യപത്രം നൽകുന്നില്ലെന്ന പരാതിയും ജെയിംസ് ഉന്നയിക്കുന്നു. അതേസമയം ദുരന്തബാധിത മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും വിജ്ഞാപനം ഇറക്കിയിട്ടില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. അതിനിടെ ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ സന്നദ്ധത അറിയിച്ച സംഘടനകളും വ്യക്തികളും വീടുകൾ എവിടെ നിർമ്മിക്കണമെന്നറിയാതെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 പിന്നിട്ടു. ഡ്രോൺ സർവേയും കണക്കെടുപ്പുമൊക്കെ മുറക്ക് നടക്കുന്നുണ്ടെങ്കിലും ജനത്തിന് ഇതിന്റെയൊന്നും പ്രയോജനം ലഭ്യമായി തുടങ്ങിയിട്ടില്ലെന്നാണ് വസ്തുത. തകർന്ന റോഡുകളും പാലങ്ങളും പൊതുവഴികളുമെല്ലാം ഉടൻ തന്നെ പുനരുദ്ധീകരിക്കുക. ഭാഗികമായി തകർന്ന വീടുകളുടെ പുനരുദ്ധാരണം വേഗത്തിലാക്കുക. ഇനിയും സർക്കാരിന്റെ ലിസ്റ്റിൽ പുറത്തു നിൽക്കുന്ന അർഹരായിട്ടുള്ള ആളുകളെ ഉടൻ തന്നെ സർക്കാരിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കഴിഞ്ഞ ദിവസം വിലങ്ങാട്ട് ജനങ്ങൾ സമരവുമായി തെരുവിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് താമസിക്കാൻ എനിക്ക് വീടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 7 കിലോമീറ്റർ അകലെ ഒരു വാടക വീട്ടിലാണ് ഞാൻ കഴിയുന്നത്. 3 മാസത്തെ സർക്കാർ എനിക്ക് വാടക തന്നിട്ടുണ്ട്. അതുപോലെ സർക്കാർ ഇപ്പം അടിയന്തരമായിട്ട് കൊടുത്ത ധനസഹായങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഈ 3 മാസത്തെ വാടക എനിക്ക് കിട്ടാനുമുണ്ട്. പക്ഷെ അതുകൊണ്ട് എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. വയനാടിന് നൽകുന്ന പരിഗണനകളെല്ലാം വിലങ്ങാടിന് നൽകുമെന്ന് മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ചെങ്കിലും അതുണ്ടായില്ല. ഭാഗികമായി തകർന്ന വീടുകളുടെ പുനരുദ്ധാരണം ഉറപ്പുവരുത്തുക, ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ കൈകളിലെത്തിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് ഈ നാട്ടുകാർക്കുള്ളത്. ജെയിംസിന്റേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറെ അധികം മനുഷ്യരുണ്ട് വിലങ്ങാട്. അതിനടിയന്തരമായി സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കുക. ഇത്തരത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തുക. അവരുടെ കടങ്ങൾ എഴുതി തള്ളുക. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ.